നിലവിളക്ക് കത്തിക്കൽ വിവാദം ഒന്നടങ്ങിയിരിക്കുകയാണ്. പുരോഗമനവാദികൾ അത്തരം വിവാദത്തെ ശക്തമായി എതിർക്കേണ്ടതായിരുന്നു എന്നതാണ് ജി സുധാകരന്റെ നിലപാട്. നമ്മുടെ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന സ്വയം വിമർശനവും അദ്ദേഹം നടത്തുന്നു. എന്നാൽ ആലപ്പുഴയിൽ ഒരു കോളേജ് ഉദ്ഘാടനത്തിന് നിലവിളക്ക് കത്തിക്കില്ല എന്ന് പറഞ്ഞ് അബ്ദുൾ റബ്ബിനെ വിളിക്കാതിരുന്ന കോൺഗ്രസുകാരുടെ ഏർപ്പാടാണ് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്തത്. അബ്ദുൾ റബ്ബ് മുസ്ലിം ആയതുകൊണ്ട് അയാൾ വിളക്ക് കത്തിക്കില്ല, അതുകൊണ്ടാണ് അയാളെ മാറ്റി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത്. അറിഞ്ഞിരിക്കണം നിങ്ങൾ, ഞാനിത് പറയേണ്ടി വന്നിരിക്കുന്നു. നിലവിളക്ക് കത്തിക്കത്തില്ല. അവിടെ അപ്പുറത്ത് ശ്രീസ്വാമി ക്ഷേത്രമുണ്ട്, എവിടെ ക്ഷേത്രം ഊരിയാണ്. എന്നിട്ട് ഉടക്കുണ്ടാക്കുകയാണ് അതിന്. അമ്പലത്തിലെ ഏയോ നോട്ടീസ് കൊടുത്തിരിക്കുക, അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കരുത്. അയാൾക്ക് എന്ത് കാര്യമാണ്? അമ്പലത്തിലെ ഏയോ ഒടിപ്പിച്ചിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒടിപ്പിച്ചതാണ്. ഇതൊക്കെ അത് ഇവിടെ നടക്കുകയാണ്. ഈ നിലവിളക്ക് കൊടുത്തതിനെ പറ്റി പറയാം. എന്താ നമ്മുടെ അഭിപ്രായം? നിർബന്ധിക്കാവോ ആളുകളെ നിലവിളക്ക് കൊടുത്തണോ? നമുക്ക് അവകാശമുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനൊരു തർക്കം. ഇപ്പം എങ്ങനെ ഈ തർക്കം വന്നു പെട്ടെന്ന്? കാരണം വർഗീയമായ ഒരു ആശയതലം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ എന്ത് വർഗീയത പറഞ്ഞാലും ജനമാവും. ചുമ്മാതാണ്. EMS പോലും പറഞ്ഞില്ല നിർബന്ധിച്ച് വിളക്ക് കൊടുത്തിരിക്കണമെന്ന്. ഈ കൃഷ്ണപിള്ള പറഞ്ഞിട്ടില്ല, കേളപ്പൻ പറഞ്ഞിട്ടില്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ല. പിന്നെ ആരായി പറയുന്നത്? എൻ്റെ അമ്മ വിളക്ക് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ കൊടുക്കാറില്ല. അത് നിലവിളക്കിനോട് വിരോധമാണ്. അവരത് ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ വളർന്ന അങ്ങനെയാണ്. എൻ്റെ അമ്മ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് താമരക്കുളത്ത് പോയി അമ്മയെ കണ്ടു. അവർക്ക് 86 വയസ്സായി. ഇപ്പോഴും ഭാഗവതം നല്ല ഭംഗിയായിട്ട് വായിക്കുന്നു, കണ്ണാടി പോലും വേണ്ട. ഭാഗവതത്തിന്റെ പുതിയ കോപ്പി ഉള്ളത് ഞാൻ MBS പോയി കോപ്പി വാങ്ങിച്ചു കൊടുത്ത ഒരാഴ്ച ഉണ്ട്. പഴയത് കയറിപ്പോയി, വളരെ പഴയത്, അച്ഛനൊക്കെ ഉള്ള കാലത്തെയാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ കൊടുക്കുന്നവരും കൊടുക്കാത്തവരും എൻ്റെ ഭാര്യയ്ക്ക് രാവിലെ 2 അടിയെല്ലാം കൊടുത്തടി എന്നെനിക്ക് പറയാൻ പറ്റും. ഞാൻ 18ാമത്തെ വയസ്സ് വരെ കൊടുത്തുമായിരുന്നു. അതിന് ഞാൻ കൊടുത്തിട്ടേ ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ല, രാഷ്ട്രീയമായിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മതത്തിന്റെ പിന്തുടരാൻ എനിക്ക് പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പോകരുത്. നിങ്ങൾ സമുദായ സംഘടനയുടെ നേതാവാകണം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം, എനിക്ക് വോട്ട് ചെയ്ത മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു ഒരുമിച്ചാണ്. ഞാൻ ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ പോകാൻ പാടില്ലാതാണ് എൻ്റെ ബോധം. അതാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെ ഉണ്ടായിരുന്നപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബോധമാണ്. അറിയാമോ? പൂണൂര് പൊട്ടിച്ചെറിഞ്ഞു EMS പൂണൂര് ഇട്ടിരുന്നു. എല്ലാം ഓതിയതാണ്, എന്താ ഉപനയനമൊക്കെ നടത്തിയതാണ്, സംസ്കൃതം പഠിച്ചതാണ്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ കീഴിൽ കോൺഗ്രസ് പ്രവർത്തകനായി ആദ്യം മാറിയപ്പോൾ പൂണൂര് പൊട്ടി ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അത് ബ്രാഹ്മണരോടുള്ള വിരോധം മറ്റുള്ളവരിട്ടോ. ഞാൻ എല്ലാവരുടെയും ഇടയിൽ പ്രവർത്തിക്കേണ്ടത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതേയുള്ള അതിൻ്റെ അർത്ഥം. അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ നാട്ടിൽ. അങ്ങനെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ മതങ്ങൾ തമ്മിൽ അടിയുടെ കിടക്കാത്തത്. ആ തിരിച്ചറിവ് പലർക്കും ഇല്ലാത്തതാണ് കുഴപ്പവും. നിലവിളക്ക് മാത്രമല്ല, ഏത് വിളക്കും പാവനമാണ് എന്നു തന്നെയാണ് പാർട്ടി നിലപാട്. ഏത് വിളക്കും പള്ളികളിലൊക്കെ മെഴുകുതിരിയല്ലേ നിലവിളക്കാണോ കത്തിക്കുന്നത്? നാളെ ബിഷപ്പുമാർ പറയാം എല്ലാവരുടെയും വീട്ടിൽ മെഴുകുതിരി കത്തിച്ചോണം, കത്തിക്കാൻ പറ്റുമോ? അവർ പറയത്തുമില്ല, അവർക്കറിയാതെ. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ വിളക്കും പരിപാവനമാണ്, എല്ലാ ദീപങ്ങളും പരിപാവനമാണ്. സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഗ്രീക്ക് ദൈവങ്ങൾ പ്രോമത്യൂസ് എന്ന് പറയുന്ന വീരനായകനെ ബന്ധിച്ച്, പാറയിൽ ബന്ധിച്ച് അയാളുടെ കരളും കണ്ണും കഴുകന്മാർ കൊത്തിപ്പറിക്കാൻ വേണ്ടി മലയുടെ മേളിൽ ഇങ്ങനെ മലർത്തി കിടന്ന് ബന്ധിച്ചത് പ്രോമത്യൂസ്. അത് ചെയ്ത കുറ്റം മനുഷ്യന് തീ കൊണ്ട് കൊടുക്കും. അതുപോലെ മനുഷ്യന് തീയില്ല, ദൈവത്തിന്റെ സ്വന്തം ആവശ്യമാണ്. ദേവന്മാരുടെ സ്വകാര്യ സ്വത്താണ് തീയെ. അപ്പൊ ദേവന്മാർ ബന്ധിപ്പന്മാരാണെന്നപ്പോൾ മനസ്സിലായാലും അത് ദേവന്മാർ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അയാളുടെ കണ്ണും കാര്യമല്ല. പിന്നെ അവസാനം അയാളത് പൊട്ടിച്ചിട്ട് അയാള് ഉയരുകയാണ്. അപ്പൊ ദൈവങ്ങൾ തന്നെ പലതരത്തിലായിരിക്കെ യാതൊരു വിഗ്രഹാരാധനയും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ പ്രതിനിധിയാണ് പ്രവാചകൻ എന്ന് പറയുന്ന മതമാണ് മുസ്ലിം മതം. അറിഞ്ഞിരിക്കണം. നല്ല മതബോധത്തോടെയും ജാതിബോധത്തോടെയുമാണല്ലോ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. സമൂഹമാകെ കത്തിപ്പടരാൻ വെമ്പുന്ന ചില തീപ്പൊരികൾ ആടിക്കളിക്കുമ്പോൾ ദൈവത്തിന്റെ പേരിൽ വിപ്ലവ പാർട്ടികൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? ശ്രീകൃഷ്ണ ജയന്തി കണ്ണൂർക്കാരുടേതായിരുന്നു, അതിന് ഞാനെന്ത് പിഴച്ചു എന്ന് ജി സുധാകരന് ചോദിക്കാം. എന്നാൽ വർഗീയ പാർട്ടികളുടെ മാർഗങ്ങൾ ആളെ കൂട്ടാനുള്ള എളുപ്പവഴികളാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന പാഠം പഠിച്ചു എന്ന് പ്രതീക്ഷിക്കാം. പാഠങ്ങളും പാഠഭേദങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.